ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ അടുത്ത് പഴയ ജീൻസ് ഉണ്ടെങ്കിൽ കളയരുത് കേട്ടോ. ആ ജീൻസ് വെച്ചിട്ട് നമുക്ക് കിച്ചണിൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം ചെയ്യാനായിട്ട് പറ്റും. അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ജീൻസ് വെച്ചിട്ടുള്ള രണ്ട് പുതിയ നല്ല ഐഡിയയുമായിട്ടാണ് വന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഞാൻ എന്താ ഒരു പഴയ ജീൻസാണ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് വലിയ ആളുകളുടെ ജീൻസ് അല്ല, മോൻ്റെ ജീൻസാണ്, കുട്ടികളുടെ ജീൻസാണ് കേട്ടോ. അത് നമുക്ക് ഒഴിവാക്കുമ്പോൾ വലിയ പരിക്കില്ലാത്ത ജീൻസാണ് ഉള്ളത്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണേ. അപ്പോൾ ഞാൻ ഇതൊന്ന് നമുക്കൊരു പാകത്തിന് ഇതേപോലെ ഒപ്പം വെച്ചതിന് ശേഷം ഞാനൊരു കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ജീൻസ്. അങ്ങനെ പാൻറ്റിൻ്റെ താഴ്ഭാഗം ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. രണ്ട് കാലിനും ഒരേ സൈസിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ സ്റ്റിച്ചിങ് കൂടി നമ്മൾ കൈ വെച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് വിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ രണ്ട് ജീൻസിൻ്റെ പീസാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഈ പീസിന് നമുക്കൊന്ന് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ പ്ലേറ്റ് വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് പീസും ഒപ്പം വെച്ചതിന് ശേഷം കേട്ടോ മാർക്കിങ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് ഒന്നിച്ച് ഒറ്റതിൽ തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ മാർക്ക് ചെയ്തിട്ട് പുറത്ത് കൂടെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഈ റൗണ്ട് ഷേപ്പിൻ്റെ 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുള്ള ഈ ജീൻസിൻ്റെ പീസിന് അതേ സൈസിൽ തന്നെ ഞാൻ കോട്ടൻ്റെ തുണിയിലും ഒന്ന് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം ലെയർ വേണം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കനം കുറഞ്ഞ കോട്ടൻ്റെ തുണിയാണ്, അപ്പോൾ ഞാൻ ഒരു 8 എണ്ണം വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം അത് എടുക്കാൻ പറ്റും, അത് നിങ്ങൾക്ക് കൈ വെച്ച് തുന്നാൻ എത്രയാണ് സൗകര്യം അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്ക് ജീൻസിൻ്റെ രണ്ട് പീസാണുള്ളത്. അപ്പോൾ രണ്ട് പീസും തനിയെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള കോട്ടൻ്റെ തുണിയില്ലേ, അതിൽ ഒരു പകുതി ഞാൻ ഒരു ജീൻസിലേക്കും വെച്ചു, മറ്റേ പകുതി മറ്റേ ജീൻസിലേക്കും വെച്ചു. അപ്പോൾ രണ്ട് പീസിലും കോട്ടൻ്റെ വന്നും അതേപോലെ തന്നെ ജീൻസിൻ്റെയും വന്നിട്ട് രണ്ട് ഭാഗത്തും വന്നു. അപ്പോൾ അങ്ങനെ ജീൻസിൻ്റെ ഭാഗം അതേപോലെ തന്നെ മറ്റേ ജീൻസിൻ്റെ ഭാഗം വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് രണ്ട് ഭാഗത്തും നിൽക്കുന്നത് കോട്ടൻ്റെയാണ് കേട്ടോ തുണി നിൽക്കുന്നത്. എന്നിട്ട് ഇതിനെ റൗണ്ട് ഷേപ്പിലൊന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് തുന്നാനും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ വെച്ച് തുന്നാം, മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കംപ്ലീറ്റായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് കംപ്ലീറ്റായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലുള്ള ജീൻസിന് ഇതേപോലെ പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ജീൻസിൻ്റെ ഭാഗം പുറത്തേക്ക് വന്നിട്ടുണ്ട്. കട്ട് ചെയ്തുള്ള പീസിൻ്റെ രണ്ട് ഭാഗത്തെയും ജീൻസ് പുറത്തേക്ക് ഞാൻ ഇതേപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം, ഞാൻ ജീൻസിൽ നിന്ന് നേരത്തെ ഒഴിവാക്കിയതിൽ നിന്ന് ഒരു ചെറിയ 2 പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് ഇങ്ങനെ ആവശ്യമുള്ളത്. 2 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം തുന്നിയിട്ടുണ്ടായിരുന്നത് മെഷീനിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഇനി ഇത് തുന്നുന്നത് നമുക്ക് ഈ സൂചി നൂലും വെച്ച് തുന്നുന്നതായിരിക്കും ഏറ്റവും സുഖം. അത് നമുക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടില്ലാതെ തുന്നിയെടുക്കാനായിട്ടും പറ്റും. അതിന് വേണ്ടി ഞാൻ സൂചി നൂലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ജീൻസിൻ്റെ ഈ പീസില്ലേ, അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ മടക്കണം. അപ്പോൾ അതാണ് ഇതുപോലെ മടക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ തന്നെ നല്ല തിക്കായിട്ടുള്ള ലെയറോട് കൂടിയിട്ടുള്ള ഒരു ഇതാവും വരും. അത് കാരണമാണ് ഞാൻ സൂചി വെച്ചിട്ട് തന്നെ തുന്നാൻ നിൽക്കുന്നത് കേട്ടോ. ഞാൻ ജീൻസിൽ നിന്ന് ഒരു 2 പീസ് എടുത്ത് വെച്ചിരുന്നില്ലേ, അത് ഇതേപോലെ ഉൾഭാഗത്തേക്ക് വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചതിന് ശേഷം അത് അവിടെ നിന്ന് തുന്നി പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ തുന്നി കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഇതേപോലെ മടക്കിയിട്ട് ഇനി ഈ കട്ടിങ് വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കാം. ഇത് തുന്നുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ തുണികളിലും നമ്മൾ സൂചി ഉള്ളിലൂടെ കടന്നു പോകണം. അപ്പോഴാണ് എല്ലാ ഭാഗത്തും നല്ല ടൈറ്റായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ച് അമർത്തിയിട്ട് സൂചി തുന്നാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓരോ പാർട്ടായിട്ട് എടുത്തിട്ട് ഇതേപോലെ തുന്നിയാലും മതി. കുറച്ച് തുണി എടുത്തിട്ട് കുറച്ചൊരു 2-3 തുണി വെച്ചിട്ട് ഒന്ന് സൂചി കോർത്തതിന് ശേഷം പിന്നെ അടുത്ത തുണി എടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. നമ്മൾ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും. സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള അതില്ലേ, അത് പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് വിരലിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടുള്ള പാത്രങ്ങളായാലും എന്ത് തന്നെ ചൂടുള്ളതോ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും വെക്കാനൊക്കെ ആയിട്ട് പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്യുന്നതിനും ഈസി ആയിരിക്കും കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റൗവിൽ നിന്നുള്ള അത്രയും ചൂടുള്ള എന്ത് സാധനവും നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും വെക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. കാരണം ഇത് നല്ല തിക്കായിട്ടുള്ള ലെയർ ഉണ്ട്. അതുകൂടാതെ തന്നെ ഈ പാത്രത്തിൻ്റെ ഈ ഭാഗം ഇതിന് അകത്തേക്ക് നിൽക്കുന്നത് കാരണം നിങ്ങൾക്ക് ഈസി ആയിട്ട് പിടിക്കുകയും ചെയ്യാം. കയ്യിന് ഒട്ടും തന്നെ ചൂട് വരാതെ നല്ല സേഫായിട്ട് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ.
ഞാൻ ആദ്യം കട്ട് ചെയ്ത പാൻറ്റിൻ്റെ ബാക്കി ഭാഗത്തു നിന്ന് കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ രണ്ട് കാലിൽ നിന്നും ഒരേ സൈസിന് കട്ട് ചെയ്തെടുക്കുകയാണ്. ജീൻസിനെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനതിൻ്റെ സൈഡിലെല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് 11 ഇഞ്ച് നീളവും അതേപോലെ തന്നെ 9 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കോർണറിൽ 2 ഇഞ്ചാണ് കേട്ടോ മാർക്കിങ് കൊടുക്കുന്നത്. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് 2 അല്ലെങ്കിൽ 1, 1.5 എല്ലാം നമുക്ക് മാർക്ക് ചെയ്യാം. അത് നമ്മളുടെ ഒരു ഇതിനനുസരിച്ച് ചെയ്താൽ പറ്റുമോ. പക്ഷെ അത് ഒരേ സ്ക്വയർ പീസായിരിക്കണം മാർക്ക് ചെയ്യുന്നത്. താഴെയും മുകളിലും ഒരേ അളവായിരിക്കണം. അങ്ങനെ 2 സൈഡിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ മാർക്ക് ചെയ്തിട്ടുള്ള ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഈ കുട്ടി ബാഗിൻ്റെ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ജീൻസിൽ നിന്ന് ഇതേപോലെ 2 പീസ് കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നീളത്തിലുള്ളൊരു പീസായിരിക്കും നമുക്ക് കിട്ടിയ, കുറച്ച് വീതിയുണ്ട്. അങ്ങനെ 2 പീസ് ഞാൻ ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മളിപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതില്ലേ, അത് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തതും നന്നായിട്ട് ഇത് 2 സൈഡിലും സ്റ്റിച്ചിങ് കൊടുത്തതിന് ശേഷം ഒന്ന് വലുതും ഒന്ന് ചെറുതും കേട്ടോ പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് ചെറിയതും ഒന്ന് വലിയതും അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ്. എന്നിട്ട് ആദ്യം നമ്മൾ സൈഡ് മടക്കി തുന്നിയാൽ ഇതേപോലെ വെച്ച് കൊടുത്ത് മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു യെല്ലോ കളറിൽ മാർക്കിങ് കാണുന്നില്ലേ, അവിടെ ഞാൻ ഇതേപോലത്തെ ചെറിയ ഹാങ്ങിങ് വെച്ചിട്ട് അത് നമുക്കൊന്ന് തുന്നി കൊടുക്കണം. അതേപോലെ തന്നെ വലിയതും മറ്റേ പാർട്ടിൽ ഇതേപോലെ വെച്ച് തുന്നാം. ഇനി ബാഗിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല വശം ഉൾഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം സൈഡിൽ സ്റ്റിച്ചിങ് കൊടുക്കാം. അതുപോലെ തന്നെ താഴ്ഭാഗത്തുമാണ് കേട്ടോ സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത്. സൈഡിലും താഴ്ഭാഗത്തും തന്നെ സ്റ്റിച്ചിങ് കൊടുക്കണം. അപ്പോൾ ഞാൻ ബാഗിൻ്റെ 2 സൈഡിലും സ്റ്റിച്ചിങ് കൊടുത്തു. ഇനി സെൻറ്ററിലും കൂടി സ്റ്റിച്ചിങ് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. 2 സൈഡിലും സെൻറ്ററിലും സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് കൊടുത്തുള്ള ഭാഗം കൂടി ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ട്. അത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കുറച്ച് നമ്മളിങ്ങനെ പിടിച്ച് കഴിഞ്ഞാലാണ് അത് ഇതാ കണ്ടോ, ഈ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഇങ്ങനെ പിടിച്ചതിന് ശേഷം അത് ഒന്നാക്കി എടുക്കുക. അപ്പം ഇതേപോലെ വരും. എന്നിട്ട് ഈ ഭാഗം വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഈ ഒരു ഭാഗത്താണ് സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത്. സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് നമുക്ക് തിരിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന് നല്ല വശം പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളുടെ പുറത്തത്തെ ഇതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ബാഗിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതേപോലെ വെറുതെ ബീഡ്സ് വെച്ചിട്ട് ഒന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വേണമെന്നില്ല, നമുക്ക് ഓപ്ഷനിലാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ബാഗിൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞു. ഈ ബാഗ് എങ്ങനെ യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതുപോലെ ബാഗ് ഇതേപോലെ കുറച്ച് മടക്കി കൊടുക്കുക. അപ്പോൾ ഈ മടക്കുന്ന സമയത്ത് അതിനുള്ളിലുള്ള തിങ്സ് പുറത്തേക്ക് വരില്ല. അതിന് ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെറിയ ഹാങ്ങിങ്ങിലൂടെ വലുത് ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ അതവിടെ ലോക്കായി നിൽക്കുകയും ചെയ്യും കേട്ടോ. ആർക്ക് വേണമെങ്കിലും ചെയ്തു നോക്കാൻ പറ്റുന്ന ഈ സിമ്പിളായിട്ടുള്ള ബാഗ്, ഒരു സ്റ്റിച്ചിങ് അറിയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറന്നു പോകരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.